ലോഡ്ജ് ഹെദർ നമ്പർ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? നമുക്ക് പല ആളുകൾക്കും അറിയില്ല. ഈ മൂന്നാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെയുള്ള സ്ഥലമാണെങ്കിലും കുറേയധികം മിസ്റ്റോറിയസ് ആയിട്ടുള്ള ചരിത്രമുള്ളൊരു സ്ഥലം കൂടിയാണ്. ഈ ബിൽഡിങ്, ഈ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ് 1900-ൽ സ്കോട്ട്ലൻഡുകാർ നിർമ്മിച്ചതാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഇലൂമിനാറ്റി എന്താണെന്നറിയാം. അപ്പോൾ ഇലൂമിനാറ്റിയുടെ ഒരു മെയിൻ ഒരു സെൻറ്ററാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ കുറേയധികം മിസ്റ്റോറിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും തലയോട്ടികളും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലും ഇവിടുത്തെ സമീപവാസികളാണുള്ള ആളുകൾ പറയുന്നതാണ്, ശരിയാണോ എന്നറിയില്ല, ലക്ഷൂറിയസ് ആയിട്ടുള്ള പല കാറുകളും ചില ദിവസങ്ങളിൽ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിനോട് ഒറ്റ ഡോറേ ഉള്ളൂ. അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതാണ് ഇതിൻ്റെ പേര്, ലോഡ്ജ് ഹെദർ നമ്പർ 928 SC. അപ്പോൾ മെയ്സണേഴ്സ് എന്ന് പറയുന്ന ഇലൂമിനാറ്റിയുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലോകത്തെമ്പാടുമുള്ള പല സെക്ഷനിനകത്തുള്ള മൂന്നാറിലെ ഒരു സംഭവമാണ്. മൂന്നാർ എന്ന് പറയുന്നത് 3 ആറുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു ഡെവിളിൻ്റെ നമ്പറാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ കുറേയധികം കോയിൻസിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. മൂന്നാറിൽ വന്നിട്ടുള്ള ആളുകൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്.